സൂര്യനസ്തമിക്കാത്ത രാഷ്ട്രമായി ലോകരാഷ്ട്രങ്ങളെ കീഴടക്കി ഭരിച്ച ബ്രിട്ടൻ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിൽ ഞെരിഞ്ഞമർന്ന് ദിവസേന ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അവിടെ നിന്നും ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഉള്ളതിനേക്കാൾ തീവ്രവാദികൾ ബ്രിട്ടനിൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളേക്കാൾ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ബ്രിട്ടനിലെ ഒരു സ്കൂളിൽ കയറി വന്ന 13 വയസ്സുകാരനായ ഇസ്ലാമിക തീവ്രവാദി യാതൊരു പ്രകോപനവുമില്ലാതെ അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് 2 വിദ്യാർത്ഥികളെ കുത്തി മലർത്തിയിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ കിങ്സ്ബറി ഹൈസ്കൂളിലാണ് മതരാഷ്ട്രം സ്ഥാപിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയ തീവ്രവാദികളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇരയാക്കപ്പെട്ട കുട്ടി തീവ്രവാദി 12ഉം 13ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കഴുത്തിൽ കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം സ്ഥലം വിട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആക്രമണത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന ആയുധം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കാത്ത പ്രതി ഉച്ചഭക്ഷണത്തിന് തൊട്ടുമുമ്പ് ക്ലാസ് മുറിയിലെത്തിയിട്ട് കത്തി പുറത്തെടുത്ത് അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ കഴുത്തിലും പുറകിലും കുത്തുകയായിരുന്നു. ആദ്യം കുത്തേറ്റ 13കാരനായ കുട്ടിയും മറ്റു വിദ്യാർത്ഥികളും നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് 12 വയസ്സുള്ള രണ്ടാമത്തെ ആൺകുട്ടിയെയും കുത്തി വീഴ്ത്തിക്കൊണ്ടാണ് കൗമാരക്കാരനായ തീവ്രവാദി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. അധ്യാപകർ പോലും ഭയന്ന് മാറി നിന്ന സാഹചര്യത്തിൽ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ട പ്രതിയെ 1 മണിക്കൂറിന് ശേഷം സമീപത്ത് ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കിങ്സ്ബറി ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയല്ലാത്ത പ്രതി ഒളിപ്പിച്ചു വെച്ച ആയുധവുമായി എങ്ങനെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ കടന്നു എന്നത് ദുരൂഹമായി തുടരുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. മതപ്രത്യയശാസ്ത്രത്താൽ പ്രേരിതമായ ആക്രമണമാണെന്ന് സംശയിക്കുന്നതിനാൽ തീവ്രവാദ വിരുദ്ധ പോലീസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നുണ്ടെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുക്കൻ സുരക്ഷാ വലയങ്ങളെ ഭേദിച്ച് ക്ലാസ് മുറിയിലെത്തി 2 വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ചോരക്കൊതിയോടെ അലറുകയും ചെയ്യണമെങ്കിൽ അവന്റെ പ്രായത്തിന് അപ്പുറത്തേക്ക് പോകുന്ന ഭ്രാന്തവും ഭീകരവുമായ ഒരു തീവ്ര മത പ്രത്യയശാസ്ത്രം അവന്റെ തലച്ചോറിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ചില തീവ്ര പാഠങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ മാത്രം പഠിച്ചു നടക്കേണ്ട പ്രായത്തിൽ ആ ചെറുക്കന്റെ തലച്ചോറിനെ കീഴടക്കിയത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ ഇത്തരം കൊലപാതകങ്ങൾക്കുള്ള മുന്നൊരുക്കം തന്നെ ആയിരുന്നിരിക്കണം ചില വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു കൊച്ചുകുട്ടി വിളിച്ചു പറഞ്ഞ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നത്. സ്വന്തം പൗരന്മാരെക്കാൾ അനധികൃത കുടിയേറ്റക്കാർക്ക് താമസവും ഭക്ഷണവും മറ്റ് ജീവിത സൗകര്യങ്ങളുമെല്ലാം ഒരുക്കി കൊടുത്ത് പോറ്റി പരിപോഷിപ്പിച്ചു വളർത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള നന്ദി അവരുടെ പരമ്പരകളുടെ നെഞ്ചിലേക്ക് ഇറക്കി വെക്കുകയാണ് അഭയാർത്ഥികൾ എന്ന ലേബലിൽ UK-യിലെത്തിയ തീവ്രവാദികൾ. വോട്ടിനു വേണ്ടി ആളും തരവും നോക്കാതെ കുടിയേറ്റക്കാർക്കെല്ലാം പിന്തുണ കൊടുത്ത ബ്രിട്ടനിലെ ലേബർ പാർട്ടി അതിനുള്ള പാരിതോഷികം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്.